ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്ലിക്കോൺ എന്ന കമ്പനീൻ്റെ CK4300TS എന്ന മോഡലുള്ള 28 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ഓവനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ഓവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ ലഭിക്കാവുന്ന ഓവനിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു ഓവനാണിത് എന്ന് നമുക്ക് പറയാം. കാരണം ഇത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നാട്ടിലത്തെ വില പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും 3000 റുപ്യേൻ്റെ താഴെയായിട്ടാണ് ലഭിച്ചിട്ടുള്ളത്. 3000 റുപ്യേൻ്റെ താഴേക്ക് ഓവൻ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അതിലൊന്നും ഇതുപോലെ കോഴിയൊന്നും ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റില്ല, അതായത് പുഴുങ്ങിയെടുക്കാനൊന്നും പറ്റില്ല, പിന്നെ കേക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റില്ല. അങ്ങനത്തെയൊക്കെ ഓവനുകൾ ചെറിയ വിലക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷേ ഈ ഒരു ഓവനിൽ ഇത്രയും പ്രത്യേകതകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും വില വളരെ കുറവാണ്. വെറും 15 റിയാലിനാണ് നമുക്ക് ഈ ഒരു ഓവൺ കിട്ടിയിട്ടുള്ളത്. ഇതൊരു ഓഫറിൽ കിട്ടിയതാണ്. ഇതിൻ്റെ യഥാർത്ഥ പ്രൈസ് എന്ന് പറഞ്ഞാൽ 25 റിയാലാണ്. ഈ ഒരു ഓഫർ പ്രൈസ് നമുക്ക് തന്നിട്ടുള്ളത് എൻ്റെ സുഹൃത്തായ അലിയാണ്. അലിൻ്റെ ഫോൺ നമ്പറും അതുപോലെ തന്നെ അലിൻ്റെ ഫോട്ടോ ആണ് ഈ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇലക്ട്രോണിക്സ് സാധനങ്ങൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓവണിൽ ഒരുപാട് പ്രത്യേകതകൾ ഇതിലുണ്ട്. 28 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ 100 ഡിഗ്രി ടു 250 ഡിഗ്രി വരെയുള്ള അഡ്ജസ്റ്റബിൾ ടെമ്പറേച്ചർ, അതായത് നമുക്ക് അത്രയും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ 6 സ്റ്റേജിലുള്ള ഹീറ്റിംഗ് സെലക്ഷന്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിരത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും വായിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടും. പിന്നെ ഇതിലുള്ള ഫീച്ചേഴ്സുകൾ, അതായത് ഇതിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫോട്ടോയിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ച് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിത് അൺബോക്സ് ചെയ്ത് കാണാൻ പോവുകയാണ്. മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഖാദർ വെള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓവൺ ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഈ ഓരോ ഓവൺ നമ്മൾ നിലത്തേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ നിലത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഓൾറെഡി വേറെ സ്റ്റിക്കറൊക്കെ കാണാൻ പറ്റുക. എന്താ വെച്ചാൽ ഇത് ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കിയില്ല, കാരണം ഉള്ളൊന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അൺബോക്സിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഒരു ഭംഗിക്ക് വെറുതെ ഒരു സ്റ്റിക്കർ വേറെ ഒന്നും കൂടിയാണ് ഒട്ടിച്ച് നോക്കിയേക്കാണ്. ഞാനും ഇത് മൊത്തത്തിൽ എടുത്ത് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പം ആൾ തന്നെ അത് എടുത്ത് നോക്കി ഓണാക്കിയിട്ടൊന്നുമില്ല. അതിൻ്റെ മുമ്പ് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നേരെ മുകളിലായിട്ടൊരു തെർമോകോൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ആദ്യം പുറത്തേക്ക് കണ്ടെടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മളിവിടെ നേരെ കാണുന്നത് വാറണ്ടി കാർഡാണ്. വാറണ്ടി കാർഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കീസിൽ നിന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് പുറത്തേക്ക് എടുക്കേണ്ടത് നിർബന്ധമാണ്. പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് എത്രത്തോളം വെയിറ്റ് ഉണ്ടെന്ന് നമുക്കറിയില്ല, ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ നമ്മളിത് പുറത്തേക്ക് എടുക്കുകയാണ്. പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു വെയിറ്റ് അല്ല, ഒരു ചെറിയൊരു വെയിറ്റൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഒരു ബോക്സ് കണ്ട് നീക്കിയതിന് ശേഷം ഓവൺ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇത് ഈ ഒരു പെട്ടിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ള അതിനെ പറ്റിയുള്ള ഒരു വിവരം ഇതിൽ കൊടുക്കുന്നുണ്ട്. നമ്മളേതായാലും ഇതൊന്നും നോക്കണില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിത് അൺബോക്സ് ചെയ്തിട്ട് നമ്മളിതിനെ പറ്റിയുള്ള വിവശത വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പിന്നെ അതിന് ശേഷം ഇത് ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ നമുക്ക് വേണമെങ്കിൽ ഒരു മാസത്തിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു ബോക്സും കൂടി ഒന്ന് അയച്ചു നോക്കാം. ഈ ഒരു ബോക്സിൽ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പരിശോധിച്ച് നോക്കാം. അതിന് ശേഷം നമുക്ക് ഓവണ് തുറന്ന് നോക്കാം. ഈ ഒരു ബോക്സിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ്. അതായത് കോയിനൊക്കെ കോർത്തെടുക്കാനുള്ളത്, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പം ഇതിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കണമെന്നും കാര്യങ്ങളൊന്നും നോക്കണില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ ഏതായാലും ഒരു സൈഡിലേക്ക് നീക്കി വെക്കുകയാണ് തൽക്കാലം. അത് നീക്കി വെച്ചതിന് ശേഷം ഈ ഒരു ബുക്കും ഇങ്ങോട്ട് നീക്കി വെക്കുകയാണ്. ഇനി നമ്മളിതിൻ്റെ തെർമോകോൾ അയച്ചെടുക്കുകയാണ്. 2 തെർമോകോളും അയച്ചെടുത്തു. ഇനി നമ്മൾ തൽക്കാലം ഇതൊരു ടേബിളിലേക്ക് തന്നെ വീണ്ടും കയറ്റി വെക്കുകയാണ്. ടേബിളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കീസൊക്കെ അയച്ചെടുക്കുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലാണ് ഇതിൻ്റെ ഡോറ് വരുന്നത്. ഇതിൻ്റെ അവിടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ 100 മുതൽ 150, 200, 250 ഇത്രയും പോയിൻറ്റുകളൊക്കെ ഇതിലുണ്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിലുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോന്ന് പരിശോധിച്ച് നോക്കാം ഇത് ഓണാക്കിയാണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് മൊത്തത്തിലൊന്ന് കാണാം. ഇത് ടൈമർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് നമുക്ക് എത്ര മിനിറ്റ് വേണമെന്നുള്ളത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓവൻ്റെ അൺബോക്സിങ് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ റിവ്യൂ ആണ്. ഇത് എങ്ങനെ ഉപയോഗിച്ചാൽ എങ്ങനെയുണ്ട്, നമ്മൾക്ക് ഉപയോഗത്തിൽ എങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മളേതായാലും വിശദമായിട്ടുള്ള ഒരു റിവ്യൂ ഇൻഷാ അല്ലാഹ് ഒരു മാസത്തിന് ശേഷം നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യും. നമുക്ക് താൽക്കാലികം ഇതിൽ ഒരു കോഴി പിഴിഞ്ഞെടുക്കാനുള്ള പരിപാടി ഉണ്ട്. അത് നമുക്ക് ഇന്ന് രാത്രി തന്നെ ഇത് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക.
അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ, എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്നത് പോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടില്ല. ഇനി നമ്മൾ അടുത്ത പരിപാടി ഇതിലൊരു കോഴി ചൂടാക്കിയാണ്, അതായത് ഒരു കോഴി നമ്മൾ റോസ്റ്റ് ചെയ്താണ് നമ്മളത് പരീക്ഷിച്ച് നോക്കുകയാണ്. ഇത് ഞാനും ആദ്യമായിട്ട് തന്നെ പരീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഇതിലുണ്ടാകുന്നു, സ്വാഭാവികമാണ്. പക്ഷേ ഞാനിത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓവൺ ആദ്യം തന്നെ ഒരു ചെറിയൊരു ചൂടാക്കി ഇട്ടിട്ടുണ്ട്. നമ്മളെ കയ്യൊക്കെ വെച്ചാലും കൊള്ളാൻ മാത്രമുള്ള ഒരു ചൂടില്ല, ഒരു പാകത്തൊരു ചൂടിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു ട്രേ ഇതിൽ ഇതുപോലെ കുടുക്കി വെക്കുകയാണ്. ഇനി അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിക്കൻ ഇതിൽ പുറത്തെടുക്കണം. ചിക്കൻ പുറത്തെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഇതിൽ ഇതുപോലെ ടൈറ്റാക്കി കൊടുക്കണം. ഇതിലേക്കാണ് പിന്നെ നമ്മൾ ജാമാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കനെ പുറത്തെടുക്കണം. ചിക്കൻ ഇത് കോർത്തെടുത്തിട്ട് ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ചിക്കന് ശരിക്കും നിൽക്കുള്ളൂ, അല്ലാഞ്ഞാൽ ആകെ ലൂസായി പോകും. അത് നല്ലോണം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ ഈ ഒരു ട്രേ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തതിന് ഇതിൽ വെച്ചുകൊണ്ട് ഇതുപോലെ ഇങ്ങോട്ട് അകത്തോട്ട് കൊണ്ടുപോകും. അതിനുശേഷം ഇതിലുള്ള ഈ ഒരു കണക്ടറിൽ നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ പരിപാടി കംപ്ലീറ്റ് ആയി. ഇത് കുറച്ച് വലിപ്പം കൂടി ചിക്കന് നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്ര വലിപ്പമുള്ളത് വാങ്ങരുത്, കുറച്ച് ചെറുതാണ് ഇതിന് വാങ്ങേണ്ടത്. അതിന് ശേഷം നമ്മൾ ഈ ഡോർ അടച്ചു കൊടുക്കുക. ഡോർ അടച്ചതിന് ശേഷം നമ്മൾ സമയം സെറ്റ് ചെയ്യുക. ഏകദേശം 3/4 മണിക്കൂറാണ് ഒരു ചിക്കന് ചൂടാകാൻ വേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ 3/4 മണിക്കൂറിൽ സെറ്റ് ചെയ്യണം. ചൂട് വേണ്ടത് നമ്മൾ ഏകദേശം ഒരു 200 മുതൽ 250 വരെയാണ്. സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ഈ ഒരു സൈഡിലേക്കാണ്. ഈ ഒരു കണ്ടോ, ഇതിലിട്ടെങ്കിൽ മാത്രമാണ് കോഴി ഇങ്ങനെ കറങ്ങുള്ളൂ. കോഴി ആയതുകൊണ്ട് എല്ലാ സൈഡിലും ചൂട് കറക്റ്റായിട്ട് തട്ടണം. അതുകൊണ്ട് ഇതെന്ത് ചെയ്യണം, ഇതിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്, ഈ ഒരു പോയിന്റിൽ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പൊസിഷനാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കോഴി കുറച്ച് വലുപ്പം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് പാകത്തെ വലുപ്പത്തിലുള്ള കോഴിയാണ് നമ്മൾ വാങ്ങേണ്ടത്. നമ്മൾ വാങ്ങി കൊടുത്ത് ചെറിയൊരു പൈപ്പ് പറ്റിയതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇനി 3/4 മണിക്കൂറിന് ശേഷം നമുക്ക് കാണാം. സമയമൊക്കെ ആയതുകൊണ്ട് ഇത് ഓഫായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറക്കാൻ പോവുകയാണ്. തുറന്ന് നോക്കാം. നമ്മൾ ആദ്യം പോയി ഒന്ന് വെന്തണോ നോക്കണമെങ്കിൽ ഇതാ ഇതുപോലെ കുത്തി വെച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇത് ഇതുപോലെ പിടിക്കുക, ഇത് ഇങ്ങനെ പൊക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ പോയി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് എണ്ണയൊക്കെ പുറത്ത് പൊലിക്കാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ വെച്ചിട്ട് വാങ്ങി കൊടുക്കാം. അതുപോലെ അടുത്ത പരിപാടി പറഞ്ഞാൽ ഇത് ഒരു വേറെ പാത്രത്തിലേക്ക് വെക്കുകയാണ്. കോഴിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉസാറായിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമ്മുടെ കുമ്പൂസായിട്ട് വെട്ടി മുളങ്ങുന്ന പരിപാടിയാണ്. ഇനി നമ്മളത് ഇതുപോലെ കഴിച്ചെടുക്കുകയാണ്. നമ്മൾ നേരത്തെ എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് അതേമാതിരി തന്നെയാണ്. കുറച്ചൊന്ന് ചൂടാറിയിട്ട് ചെറിയ തോതിലൊന്ന് ചൂടാറിയിട്ട് കിട്ടുന്നതാണ് നല്ലത്. നല്ലോണം ചൂടാറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രസം ഉണ്ടാവില്ല. അപ്പം നല്ലോണം ചൂടാറാൻ നിൽക്കരുത്. ഒരു പാകത്തിനുള്ള ചൂടാറി കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഇതൊന്ന് കഴിയോ ഇതാ കഴിച്ചെടുക്കുക. കഴിച്ചെടുത്തിട്ട്